വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68 മുതലുള്ള വാക്യങ്ങൾ. ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു. 67. ഈശോ 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു? ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് ശിമിയോൻ ഇസ്കറിയോത്തായുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. എന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് ഈശോയെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് സ്തുതി. ഇരിക്കാം. ശിഷ്യർക്ക് മനസ്സിലാകാൻ ഏറ്റവും ദുർഗ്രഹമായ കർത്താവിന്റെ പ്രബോധനമായിരുന്നു പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനം. ഏതധ്യായത്തിലാണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. വളരെ നീണ്ട ഒരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിന്റെ അവസാനം സംഭവിച്ചത് എന്താണ്? ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. ഈശോ 12 പേരോടുമായി ചോദിച്ചു. എന്താണ് ചോദിച്ചത്? നിങ്ങളും പോകാൻ ആഗ്രഹിക്കും. കർത്താവ് പിടിച്ചു നിർത്തിയത്. കർത്താവ് എന്നെ മണ്ടനല്ലേ, ഇച്ചിരി ഒന്ന് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കൂടെ നിർത്തണ്ടേ? ഞാൻ അത്ര ഉദ്ദേശിച്ചില്ല, നിങ്ങൾ പിണങ്ങി പോകണ്ട എന്നൊക്കെ പറയണ്ടേ? കർത്താവ് ചോദിക്കുക, നിങ്ങൾക്കും പോണോന്ന്? ആ കൂട്ടത്തിൽ പോണോ? ഏതായാലും നമ്മുടെ പത്രോസ് എടുത്തിയാടി ഒറ്റ മറുപടി അങ്ങോട്ട് കാച്ചു. എന്താണത്? കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം പഠിപ്പിക്കുന്നതിൽ ബന്ധങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഒരു ബന്ധമാണ്, ശരിയല്ലേ? വിശ്വാസം നിർവചിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും, ദൈവവുമായിട്ടുള്ള പ്രണയമാണ് വിശ്വാസം. പ്രണയം എന്ന് കേട്ടപാടെ പിള്ളേർക്കെല്ലാം സന്തോഷം. അങ്ങനെ വാ, ഞങ്ങളുടെ ആ ലെവലിലേക്ക് ഒന്ന് വന്നേ പിതാവ്. ദൈവവുമായിട്ടുള്ള പ്രണയമാണ് വിശ്വാസം. അതൊരു വലിയ ബന്ധമാണ്. അതിനകത്ത് വലിയ ചോദ്യങ്ങളൊന്നുമില്ല. യുക്തിയല്ല, യുക്തിക്കപ്പുറത്തെ ഒരു സ്നേഹബന്ധമാണ് വിശ്വാസം. ഞാൻ ഒരിക്കല് സ്വിറ്റ്സർലൻഡിൽ നമ്മുടെ മലയാളികളെ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അവിടുത്തെ പിള്ളേരെല്ലാം അവിടുത്തെ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. വളരെ ലോജിക്കൽ തിങ്കിങ് ആണ്. ലോജിക്ക് കൂടിയാണ് അവരുടെ വിശ്വാസം ക്ഷയിച്ചു പോയത്. അപ്പൊ ഞാന് അവിടെ വലിയാഴ്ച കർമ്മങ്ങളൊക്കെ നടത്തി, അവിടെ പ്രസംഗമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന് ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, സഹനങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ മറുപടി ഒന്നും കിട്ടത്തില്ല. പക്ഷെ എങ്ങനെ സഹനങ്ങളെ നേരിടണം എന്ന് ചോദിച്ചാൽ സുവിശേഷം നമുക്ക് മറുപടി. അപ്പൊ അങ്ങനെയൊക്കെ വലിയ ഗംഭീരമായിട്ട് പ്രസംഗം എല്ലാം പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച ഒരു വീട്ടിൽ ഭക്ഷണത്തിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചോട് വന്നപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു, എന്റെ അച്ഛന്റെ ഇന്നലത്തെ പ്രസംഗം കഴിഞ്ഞ് ഇവൻ എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല. അവൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശാസ്ത്രം വളരുന്നത്? സോ വി ഷുഡ് ഓൾവേസ് ബി ആസ്കിങ് വൈ. ഈ ഹൗ എന്ന് മാത്രം ചോദിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാകുന്നു? വൈ എന്ന് ചോദിക്കണ്ടേ? എന്തുകൊണ്ട് എന്ന് ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞു, മോനെ, നീ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ അത് ശാസ്ത്രത്തിനെ ചെയ്യത്തുള്ളൂ. ശാസ്ത്രത്തിന്റെ രീതിശാസ്ത്രം എടുത്ത്, ശാസ്ത്രത്തിന്റെ മെത്തഡോളജി എടുത്ത് നീ വിശ്വാസത്തിന് അപ്ലൈ ചെയ്യുക. വിശ്വാസത്തിന്റെ മെത്തഡോളജി ഭക്തിയാണ്, സ്നേഹമാണ്. എന്റെ അമ്മയെ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് DNA ടെസ്റ്റിന്റെ ഫലം കിട്ടിയിട്ടല്ല. എന്റെ അമ്മയോട് ഒട്ടിച്ചേർന്ന ഒരു ജീവിതമായിരുന്നു എന്റെ അമ്മയെന്ന് വിളിക്കും. ഇപ്പോഴും അമ്മയുടെ അടുത്ത് പോയിരിക്കുമ്പോൾ എനിക്ക് ആ സുരക്ഷിതത്വമുണ്ട്. അതൊന്നും ലോജിക്കൽ അല്ല. ഇത് ഇങ്ങേരുടെ അമ്മയാണെന്ന് ആരാ പറഞ്ഞേ? അത് വലിയ ചോദ്യം. എന്റെ അമ്മയെ, എന്റെ അപ്പനെയൊക്കെ ഞാൻ സ്വന്തമെന്ന് കരുതുന്നത് യുക്തിപരമായ എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടൊന്നുമല്ല, മറിച്ച് അതൊരു സ്നേഹത്തിന്റെ അനുഭവം. ഇത് തന്നെയാണ് പ്രിയപ്പെട്ട വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവവുമായി പ്രണയത്തിലാകുന്ന ഒരു അനുഭവം. അത് ഇഷ്ടത്തിൽ തുടങ്ങും, സ്നേഹത്തിലേക്ക് കടക്കും, പിന്നെ പ്രണയമായിട്ട് മാറും. ഒരു ദിവസം പ്രണയമായിട്ട് മാറും, അതൊരു സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമായിട്ട് മാറി നിലനിൽക്കുകയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ബന്ധമാണ് വിശ്വാസമെങ്കിൽ, ദൈവത്തിന് നമ്മളോടും നമുക്ക് ദൈവത്തോടുമുള്ള ആ സ്നേഹബന്ധമാണ് വിശ്വാസമെങ്കിൽ,
ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ഈ വിശ്വാസത്തെ നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയും, നമ്മളെല്ലാവരും നമ്മുടെ ലത്തീൻ ആരാധനാക്രമത്തിൽ ഉണ്ടെന്നാണ് എന്റെ ഒരു ചിന്ത. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാ ആരാധനാക്രമങ്ങളിലും ഉണ്ട്. പിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അതെന്തിനാ? അവരെ ചുമ്മാ നമ്മളൊന്ന് ഓർക്കുന്നേ ഉള്ളോ? അല്ല, നമ്മൾ വിളിക്കുന്നത് പിതാക്കന്മാരുടെ ദൈവത്തെയാണ്. പിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് നമ്മുടെ വിശ്വാസം. ആ ബന്ധത്തിലൂടെ, പിതാക്കന്മാരോടുള്ള ബന്ധത്തിലൂടെയാണ് നമുക്ക് പിതാക്കന്മാരുടെ ദൈവത്തെ കിട്ടിയത്. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ ഈ മോഡലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരു നല്ല ബന്ധം നമ്മൾ രൂപീകരിച്ചത്.